എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ചട്നി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷും കൂടിയാണ്. എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ അടുപ്പത്തേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായ ശേഷം 1/2 ടീസ്പൂൺ കടുക് നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് 2 വറ്റൽമുളക്, 3-4 വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 4 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തുമാത്രം കറി ആവശ്യമായിട്ടുണ്ടോ അല്ലെങ്കിൽ മുട്ട ചട്നി ആവശ്യമായിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഞാൻ സവാള നല്ല കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെയൊക്കെ കളറ് ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതായി ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ്. ഇനി തക്കാളി നല്ലതായിട്ട് ഇതിനകത്ത് ചേർന്ന് വരണം. അതുവരെ ഇതിനെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം തക്കാളിയും സവാളയൊക്കെ നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനിയും ഇത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ മുട്ടയൊക്കെ നല്ലതായിട്ട് ഞാൻ ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതുവരെ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം കണ്ടാൽ തന്നെ അറിയാമല്ലോ, ആ മുട്ട ചട്നി നന്നായിട്ട് തോർന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ. അവസാനം നമുക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് തന്നെയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ മുട്ട കൊണ്ടുള്ള സൈഡ് ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.